നമസ്കാരം, ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ശ്രീനാരായണ ഗുരുദേവന്റെ സ്മരണയിൽ ഗുരുദേവ ജയന്തി ആഘോഷം. നാടെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. ഓണം പ്രമാണിച്ചുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മറ്റത്തൂർ ചേലക്കാട്ടുകര ഭാഗത്തു നിന്നും ചാരായം വാറ്റുന്നതിനായി തയ്യാർ ചെയ്ത 200 ലിറ്റർ വാഷ് പിടികൂടി. അതിശക്തമായ മഴയും തുടർന്നുണ്ടായ നാശനഷ്ട തോതുമനുസരിച്ച് തൃശൂരിന് പ്രത്യേക പരിഗണന നൽകി പരമാവധി സഹായം ലഭ്യമാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മറ്റത്തൂർ വെള്ളിക്കുളങ്ങര മോലടി റോഡിലുള്ള ട്രാംവേ പാലം വീതി കൂട്ടി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ഇനിയും പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്ന് പരാതി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 80ാം ജന്മദിനത്തോടനുബന്ധിച്ച് അളഗപ്പ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സദ്ഭാവനാ ദിനം ആചരിച്ചു. NCTV ഇംപാക്ട് മുപ്ലിയം പുളിഞ്ചോട് സെന്ററിലെ പൊട്ടിയ കുടിവെള്ള പൈപ്പ് അറ്റകുറ്റപ്പണി നടത്തി പുനഃസ്ഥാപിച്ചു. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് തൃക്കൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. തെളിമയുള്ള മാനവിക ചിന്തകൾ കൊണ്ട് കലക്കങ്ങളുടെ കാലത്തുനിന്ന് സമൂഹത്തെ പ്രകാശത്തിലേക്ക് നയിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ജയന്തി ലോകമെമ്പാടും ആഘോഷിച്ചു. ചിങ്ങമാസത്തിൽ തിരുവോണവും അവിട്ടവും കഴിഞ്ഞുള്ള ചതയ ദിനത്തിലാണ് സാധാരണ ഗുരുദേവ ജയന്തി. ഇക്കുറി ഓണം കഴിഞ്ഞുള്ള ചതയദിനം കന്നിമാസം 1-ാം തീയതി ആയതിനാലാണ് ജയന്തി ആഘോഷം നേരത്തെ ആയത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ലളിതമാക്കിയിരുന്നു. കേരളത്തിൽ ജാതി വ്യവസ്ഥ ശക്തമായ കാലഘട്ടത്തിൽ ഈഴവ സമുദായത്തിൽ ജനിച്ച ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ആശയമാണ് മുന്നോട്ട് വെച്ചത്. താഴ്ന്ന ജാതിക്കാരെന്ന് വിളിക്കുന്നവർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനമില്ലാത്തതിനെ തുടർന്ന് സംസ്ഥാനത്തുടനീളം 40-ലധികം ക്ഷേത്രങ്ങളിൽ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തി. ആദിശങ്കരന്റെ പാത പിന്തുടർന്ന് സാമുദായിക സൗഹാർദ്ദവും സഹോദര്യവും പ്രചരിപ്പിക്കാനാണ് ഗുരു ശ്രമിച്ചത്. മലയാളം, തമിഴ്, സംസ്കൃതം എന്നീ ഭാഷകളിലായി 40-ലധികം കൃതികളും ശ്രീനാരായണ ഗുരു രചിച്ചിട്ടുണ്ട്. 1928 സെപ്റ്റംബർ 20-നാണ് ശ്രീനാരായണ ഗുരു അന്തരിച്ചത്. മരണം സംഭവിച്ച പതിറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച ആശയങ്ങൾ കേരളീയ ജീവിതത്തിന്റെ ജീവനാഡിയാണ്. 97 വർഷം മുൻപ് ഗുരുദേവനെ ഫ്രഞ്ച് ചിന്തകനും നൊബേൽ ജേതാവുമായ റൊമാങ് റോളങ് വിശേഷിപ്പിച്ചത് കർമ്മനിരതനായ ജ്ഞാനി എന്നാണ്. ഗുരുദേവൻ അക്ഷരാർത്ഥത്തിൽ ഒരു ജ്ഞാനയോഗിയായിരുന്നു. ഗുരു ജീവിതം കൊണ്ടും ദർശനം കൊണ്ടും ഈ തത്വമാണ് പ്രകാശിപ്പിച്ചത്. 70ഓളം വരുന്ന കൃതികളിലൂടെ ഗുരു ചമച്ചുവെച്ച വിശ്വദർശനം ഇന്നിന്റെയും നാളെയുടെയും ദർശനമാണ്. SNDP യോഗം പുതുക്കാട് യൂണിയൻ തെക്കേത്തുറവ് ശാഖയുടെ ആഭിമുഖ്യത്തിൽ 170ാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചു. കൃഷ്ണസ്വാമി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് രവീന്ദ്രൻ കരവട്ട് അധ്യക്ഷനായി. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം PR വിജയകുമാർ, സനിൽ, വനിതാ സംഘം ഭാരവാഹികളായ വിനീത ഷാജു, ഷാജി വേണു, യൂണിയൻ കൌൺസിലർ രാജീവ് കരോട്ട്, ഗോപി വടക്കൂട്ട്, പത്മനാഭൻ ചേരാമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. പുതുക്കാട് വടക്കേത്തുറവ് സ്വാമിയാർകുന്ന് അമ്പല കമ്മിറ്റിയുടെയും ശങ്കരാചലമഠം ട്രസ്റ്റിന്റെയും ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷിച്ചു. ഗുരുപൂജയും പ്രാർത്ഥനയും നടന്നു. അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ശെൽവരാജ് പെരുമാറത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കർഷക അവാർഡ് നേടിയ രാജീവ് ചെറായിലിനെ ചടങ്ങിൽ ആദരിച്ചു. കൊടകര SNDP യൂണിയന് കീഴിലെ ഇഞ്ചക്കുണ്ട് ശാഖയിൽ ഗുരുദേവ ജയന്തി ആഘോഷം നടന്നു. നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. SNDP യോഗം പുതുക്കാട് യൂണിയൻ വടക്കേത്തുറവ് ശാഖയുടെ ആഭിമുഖ്യത്തിൽ 170ാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷിച്ചു. ചടങ്ങിൽ ജൈവകർഷകനായ രാജീവ് ചെറായിയെയും യോഗയിൽ 1-ാം സ്ഥാനം നേടിയ അനന്യ രാജേഷിനെയും ആദരിച്ചു. യൂണിയൻ പ്രസിഡന്റ് CJ ജനാർദ്ദനൻ, വനിതാ സംഘം എക്സിക്യൂട്ടീവ് അംഗം ഗിരിജ തിലക്, ശാഖാ സെക്രട്ടറി തിലകൻ പണിക്കുവീട്ടിൽ, വൈസ് പ്രസിഡന്റ് സുരേഷ് കദളി എന്നിവർ സന്നിഹിതരായിരുന്നു. ഓണം പ്രമാണിച്ചുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മറ്റത്തൂർ ചേലക്കാട്ടുകര ഭാഗത്തു നിന്നും ചാരായം വാറ്റുന്നതിനായി തയ്യാർ ചെയ്ത 200 ലിറ്റർ വാഷ് പിടികൂടി. ഇരിങ്ങാലക്കുട എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ N ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഷ് കണ്ടെത്തിയത്. ചേലക്കാട്ടുകര മാങ്കുറ്റിപ്പാടം റോഡിനോട് ചേർന്ന തോടിനരികിൽ രഹസ്യമായി സൂക്ഷിച്ച നിലയിലാണ് വാഷ് കണ്ടെടുത്തത്. പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചതായും
ഓണാഘോഷത്തോടനുബന്ധിച്ച് മലയോര മേഖലയിൽ ചാരായം നിർമ്മിക്കുന്നതിനായി പലരും വാഷ് ഉണ്ടാക്കുന്നുവെന്ന വിവരം ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും എക്സൈസ് അറിയിച്ചു. എക്സൈസ് സംഘത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ രാംപ്രദാസ് KR, പ്രിവന്റീവ് ഓഫീസർമാരായ സുനിൽ PK, ജിവേഷ് MP, സിവിൽ എക്സൈസ് ഓഫീസർ റിഹാസ് AS എന്നിവരും ഉണ്ടായിരുന്നു. ജില്ലയിൽ ജൂലൈ അവസാനമുണ്ടായ അതിശക്തമായ മഴയും തുടർന്നുണ്ടായ നാശനഷ്ട തോതുമനുസരിച്ച് തൃശൂരിന് പ്രത്യേക പരിഗണന നൽകി പരമാവധി സഹായം ലഭ്യമാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ ജില്ലാതല ഉദ്യോഗസ്ഥരുമായി ചേർന്ന മഴക്കെടുതി അവലോകന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. നഷ്ടമുണ്ടായ മുഴുവൻ പേർക്കും അതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം ശാസ്ത്രീയമായി നിയമപരമായി ലഭ്യമാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. 31-ാം തീയതി ഈ കണക്ക് കിട്ടിയാൽ വളരെ കൃത്യമായി നമ്മുടെ നോംസ് അനുസരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ എല്ലാവർക്കും എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാകും. എന്നാൽ അതോടൊപ്പം തന്നെ സാധാരണ നോംസിൽ നിന്ന് വ്യത്യസ്തമായി തൃശ്ശൂർ ജില്ലയിലെ ഈ നാശനഷ്ടങ്ങളുടെ കണക്കും മഴയുടെ തോതും എടുത്തുകൊണ്ട് ഒരു പ്രത്യേക കേസായി പരിഗണിച്ചുകൊണ്ട് ചെയ്യാവുന്ന പരമാവധി സഹായം അക്കാര്യത്തിൽ ചെയ്യുന്ന കാര്യവും കേരളത്തിലെ ഈ റിപ്പോർട്ട് ലഭ്യമായതിനു ശേഷം ആദ്യം ചേരുന്ന ക്യാബിനറ്റ് ചർച്ച ചെയ്ത ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. ആ വിധത്തിൽ ജില്ലയിൽ കാലവർഷം കനത്തതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ നാശനഷ്ടം വിലയിരുത്താൻ സമഗ്രമായ കണക്കെടുപ്പാണ് നടത്തുന്നത്. നിലവിൽ നാശനഷ്ടം സംഭവിച്ച വീടുകളുടെയും വെള്ളം കയറിയ വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും കണക്ക് റവന്യൂ വകുപ്പ് എടുത്തിട്ടുണ്ട്. നിലവിലെ കണക്കുകൾ പ്രകാരം 11,955 വീടുകളിലാണ് വെള്ളം കയറിയത്. പൂർണ്ണമായും 54 വീടുകളും ഭാഗികമായി 1,503 വീടുകളും തകർന്നു. നാശനഷ്ടത്തോത് വിലയിരുത്തുന്ന നടപടി തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 31-നകം പൂർണ്ണമായി ഇവ തയ്യാറാക്കി സമഗ്രമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി. പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിൻ്റെ ഭാഗമായി ബുധനാഴ്ച വൈകിട്ട് 5-ന് ജില്ലയിലെ മന്ത്രിമാർ, ജില്ലാ കളക്ടർ, തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ, സെക്രട്ടറിമാർ എന്നിവർ ചേരുന്ന യോഗം നടക്കും. യോഗത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ADM T. മുരളി, സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ്, മറ്റ് ജില്ലാതലത്തിലുള്ള ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. NCTV പുതുക്കാട്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പെൺകുഞ്ഞിന്റെ ജന്മം നൽകി ഇതര സംസ്ഥാന യുവതി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ചൊവ്വാഴ്ച രാവിലെ 10:30 സംഭവം. ജന്മനാടായ സെക്കന്ദരാബാദിലേക്ക് പോകാനായി എത്തിയ ജസന ബീഗമാണ് റെയിൽവേ സ്റ്റേഷനിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. സ്റ്റേഷന്റെ പിൻഭാഗത്ത് 2-ാം ഗേറ്റിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നതിനിടെയാണ് യുവതിക്ക് പ്രസവവേദന അനുഭവപ്പെട്ടത്. സംഭവം കണ്ട നാട്ടുകാർ 108 ആംബുലൻസ് വിളിച്ചുവരുത്തി, എങ്കിലും പ്രസവം പൂർത്തിയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 10:30 റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ എസ്കലേറ്ററിന്റെ സമീപത്ത് വെച്ചാണ് പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ അവശനിലയിൽ യാത്രക്കാരും റെയിൽവേ ജീവനക്കാരും കാണുന്നത്. ജസന ഗർഭിണിയാണെന്നും പ്രസവവേദനയാണെന്നും തിരിച്ചറിഞ്ഞതോടെ ആശുപത്രിയിൽ എത്തിക്കാനായി ആംബുലൻസ് സേവനം തേടി. എന്നാൽ ആംബുലൻസ് എത്തുന്നതിന് മുൻപ് യുവതി പ്രസവിച്ചു. തൃശൂർ പോലീസ് സ്റ്റേഷനിലെ ASI അജിത കുമാരിയുടെ നേതൃത്വത്തിൽ RPF SI ഗീതു കൃഷ്ണൻ, പോലീസുകാരായ രേഷ്മ, അർത്ഥന എന്നിവരുടെയും റെയിൽവേ പോലീസ് SI-മാരായ മനോജ്, സജി, ശ്രീരാജ് എന്നിവരുടെ സഹായത്തിലാണ് ഡെലിവറി പൂർത്തിയാക്കിയത്. അമ്മയെയും കുഞ്ഞിനെയും തൃശൂർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. യുവതി ICU-വിൽ തുടരുകയാണ്. ഇവരുടെ ഭർത്താവ് മലപ്പുറം ജില്ലയിലാണ് ജോലി ചെയ്യുന്നത്. റഷ്യയിൽ യുക്രൈൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സന്ദീപിന്റെ മരണത്തെ സംബന്ധിച്ച ഔദ്യോഗിക വിശദീകരണം ഇപ്പോഴും കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. കല്ലൂർ നായരങ്ങാടി കാങ്കിൽ ചന്ദ്രന്റെയും വത്സലയുടെയും മകൻ 36 വയസ്സുള്ള സന്ദീപ് റഷ്യയിൽ യുക്രൈൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി കഴിഞ്ഞ 16-നാണ് റഷ്യൻ മലയാളികളുടെ വാട്സപ്പ് സന്ദേശം പ്രചരിച്ചത്. ഇതോടെയാണ് വീട്ടുകാരും വിവരം അറിയുന്നത്. സന്ദീപ് ഉൾപ്പെടെയുള്ള 12-അംഗ റഷ്യൻ സൈനിക സംഘം ആക്രമിക്കപ്പെട്ടതായുള്ള വിവരമാണ് പ്രചരിച്ചത്. തുടർന്ന് സന്ദീപിന്റെ വിവരങ്ങൾ ലഭിക്കാതായപ്പോഴാണ് കുടുംബം എംബസിക്കും കേന്ദ്രമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും പരാതി നൽകിയത്. തുടർന്ന് സന്ദീപിന്റെ മരണവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെക്കുറിച്ചും ഇന്ത്യൻ സർക്കാർ അന്വേഷണം നടത്തുമെന്നും എംബസി അധികൃതർ അറിയിച്ചു. എന്നാൽ സന്ദീപ് കൊല്ലപ്പെട്ടു എന്ന് ഔദ്യോഗികമായ അറിയിപ്പ് ഇതുവരെ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. ഇന്ത്യൻ പൗരൻ റഷ്യയിൽ കൊല്ലപ്പെട്ടാൽ ആ വിവരം ഔദ്യോഗികമായി എംബസി വഴിയാണ് അറിയിക്കുക. എന്നാൽ അത്തരത്തിൽ ഒരു സ്ഥിരീകരണം ഉറ്റവർക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ചും എങ്ങനെ സന്ദീപിൻ്റെ ശരീരം നാട്ടിലെത്തിക്കും എന്നതിനെക്കുറിച്ചും കുടുംബത്തിന് വ്യക്തതയില്ല. വിഷയത്തിൽ ജില്ലാ കളക്ടറെ സമീപിച്ചെങ്കിലും അന്വേഷിക്കാമെന്ന മറുപടി മാത്രമാണ് ഇവർക്ക് ലഭിച്ചത്.
എന്താണ് പ്രോട്ടോകോൾ എങ്കിൽ അതനുസരിച്ച് സന്ദീപിന്റെ മരണം സംഭവിച്ചിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കണമെന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മൃതശരീരം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ട നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണം എന്നുമാണ് കുടുംബാംഗങ്ങൾക്ക് അധികൃതരോട് ആവശ്യപ്പെടാനുള്ളത്. മറ്റത്തൂർ പഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങര മോനടി റോഡിലുള്ള ട്രാംവേ പാലം വീതി കൂട്ടി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ഇനിയും പരിഗണിക്കപ്പെട്ടില്ലെന്ന് പരാതി. പഞ്ചായത്തിലെ ഏറ്റവും പഴക്കമേറിയ പാലമായ ട്രാംവേ പാലത്തിന് വീതിയില്ലാത്തതിനാൽ സുഗമമായ ഗതാഗതം സാധ്യമല്ലാത്ത അവസ്ഥയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് പറമ്പിക്കുളം വനത്തിൽ നിന്ന് കൊച്ചി തുറമുഖത്തേക്ക് തടി എത്തിക്കുന്നതിന് നിർമ്മിക്കപ്പെട്ട കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയുടെ ഭാഗമായിരുന്നു വെള്ളിക്കുളങ്ങരയിലെ പാലം. ചാലക്കുടി മുതൽ പറമ്പിക്കുളം വരെ നിലവിലുണ്ടായിരുന്ന ഈ പാതയിലൂടെ 1905 മുതൽ 1951 വരെ തീവണ്ടി ഓടിയിരുന്നു. 60കളിൽ ട്രാംവേ നിർത്തലാക്കി പാളങ്ങൾ പൊളിച്ചു നീക്കിയെങ്കിലും പാലം നിലനിർത്തി. പിന്നീട് പ്രദേശവാസികളുടെ സഞ്ചാര സൗകര്യത്തിനായി മറ്റത്തൂർ പഞ്ചായത്ത് അധികൃതർ പാലത്തിൽ മരപ്പലകകൾ സ്ഥാപിച്ചു. ഏറെ വർഷങ്ങൾക്ക് ശേഷം മരപ്പലകകൾ നീക്കി പാലത്തിൽ കോൺക്രീറ്റ് സ്ലാബുകൾ നിർമ്മിച്ചാണ് ഭാരവാഹനങ്ങളുടെ ഗതാഗതം സാധ്യമാക്കിയത്. 3 സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇപ്പോൾ ഈ പാലത്തിലൂടെ ദിനംപ്രതി കടന്നുപോകുന്നത്. കാലപ്പഴക്കം മൂലം പാലത്തിൻ്റെ ഇരുവശത്തുമുള്ള കൈവരികൾ കോൺക്രീറ്റ് അടർന്ന് നശിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും തെല്ലും ബലക്ഷയമില്ലാത്ത ട്രാംവേ പാലത്തിൻ്റെ കൽത്തൂണുകൾ അതേപടി നിലനിർത്തി മുകൾ ഭാഗം വീതി കൂട്ടി പുനർനിർമ്മിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. NCTV കൊടകര. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് തൃക്കൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. നായരങ്ങാടിയിൽ നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത അധ്യക്ഷത വഹിച്ചു. സുന്ദരി മോഹൻദാസ്, പോൾസൺ തെക്കുംപിടിക, സുനിൽ മുളങ്ങാട്ടുകര, സൈമൺ നമ്പാടൻ, പ്രീബനൻ ചുണ്ടേലപ്പറമ്പിൽ, സാന്റോ തറയിൽ, അജീഷ് മുരിയാടൻ, സലീഷ് ചെമ്പാറ എന്നിവർ പ്രസംഗിച്ചു. പല വീടുകളിലേക്കും പല കൃഷിയിടങ്ങളിലേക്കും ആ വെള്ളം ഇരച്ചിടയുകയും ഓണത്തിന് വെട്ടാൻ നിർത്തിയിരുന്ന, ഓണത്തിന് പാകമാക്കി നിർത്തിയിരുന്ന വാഴക്കുലകളെല്ലാം ചീഞ്ഞു പോവുകയും നഷ്ടം സഹിക്കുമെന്നു നമുക്കെല്ലാവരും അറിയുന്നപോലെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 80ാം ജന്മദിനത്തോടനുബന്ധിച്ച് അളഗപ്പനഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സദ്ഭാവനാ ദിനം ആചരിച്ചു. ആമ്പല്ലൂർ INTUC ഓഫീസിൽ നടന്ന ചടങ്ങിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മഞ്ഞളി, INTUC നേതാവ് ആന്റണി കുറ്റുകാരൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹരൺ ബേബി, സന്തോഷ്, പോൾസൺ എന്നിവർ പ്രസംഗിച്ചു. NCTV ഇംപാക്ട് മുപ്ലിയം പുളിഞ്ചോട് സെന്ററിലെ പൊട്ടിയ കുടിവെള്ള പൈപ്പ് അറ്റകുറ്റപ്പണികൾ നടത്തി പുനഃസ്ഥാപിച്ചു. കുഞ്ഞക്കര കടുപ്പക്കുന്ന് ഭാഗത്ത് കഴിഞ്ഞ വേനലിൽ വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് റോഡ് വെട്ടിപ്പൊളിച്ച് പുതിയ വാൽവ് ഫിറ്റ് ചെയ്തിരുന്നു. ഈ വാൽവ് പൊട്ടിയാണ് ഇവിടെ വെള്ളം പാഴായി പോയിരുന്നത്. വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം യാത്രക്കാർക്കും തൊട്ടടുത്ത കടകളിലേക്കും അഴുക്കുജലം തെറിക്കുന്നത് പതിവായിരിക്കുകയാണെന്നും പരാതി ഉയർന്നിരുന്നു. ഇതു സംബന്ധിച്ച NCTV വാർത്തയ്ക്ക് പിന്നാലെയാണ് അധികൃതരുടെ നടപടി. മനുഷ്യാവകാശ പ്രവർത്തകൻ KG രവീന്ദ്രനാഥും ജല അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി കൊടുത്തിരുന്നു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സുസ്ഥിര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പൊതുയോഗം നടത്തി. പൾമനോളജിസ്റ്റ് ഡോക്ടർ സജീവ് കുമാർ പാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് P. തങ്ക അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രോഗ്രാം മാനേജർ ട്രഷറർ ജോസ് തെക്കേത്തല, CN നളിനി എന്നിവർ സന്നിഹിതരായി. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് P. തങ്ക, സെക്രട്ടറി ഡോക്ടർ CN നളിനി, ട്രഷറർ ജോസ് തെക്കേത്തല, വൈസ് പ്രസിഡന്റ് CN വിദ്യാധരൻ, ജോയിന്റ് സെക്രട്ടറി VK കാർത്തികേയൻ എന്നിവരെ തെരഞ്ഞെടുത്തു. മികച്ച പോലീസ് സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ അവാർഡ് കരസ്ഥമാക്കിയ ഗുരുവായൂർ ACP TS സിനോജ്, നെഞ്ചുരോഗ രോഗവിദഗ്ധനും കവിയും എഴുത്തുകാരനുമായ ജില്ലാ NHM പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ പാലിശ്ശേരി, ഖത്തർ ട്രേഡ് കമ്മീഷണർ KS കൊച്ചുമോൻ, സുസ്ഥിര പാലിയേറ്റീവ് സൊസൈറ്റിയുടെ പ്രത്യേക ആദരവ് നേടിയ കാരുണ്യത്തിന്റെ കാവൽക്കാരൻ കർഷകൻ KM മോഹനൻ എന്നിവരെ വാർഷിക പൊതുയോഗത്തിൽ വെച്ച് ആദരിച്ചു. തൃശൂർ ജോസ് ആലൂക്കാസ് ജ്വല്ലറി 60ാം വാർഷിക ആഘോഷങ്ങളോടനുബന്ധിച്ച് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന സുസ്ഥിര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് 2 ലക്ഷം രൂപ കൈമാറി. തൃശൂർ ജോസ് ആലൂക്കാസ് മാനേജർ നിക്സൺ ലാസറിൽ നിന്നും സുസ്ഥിര പാലിയേറ്റീവ് പ്രസിഡന്റ് P. തങ്കം തുക ഏറ്റുവാങ്ങി. അഷ്ടമി രോഹിണി മഹോത്സവത്തിന് മുന്നോടിയായി ആമ്പല്ലൂർ ശ്രീകൃഷ്ണപുരം മഹാദേവ ക്ഷേത്രത്തിൽ ആമ്പല്ലൂർ സന്ദീപനി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ മാതൃസംഗമം നടത്തി. പുതുക്കാട് ബാലഗോകുലം രക്ഷാധികാരി പത്മിനി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. സുമിത്ര അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു.
മാതൃസമിതി പ്രസിഡന്റ് വി രമ്യ, പ്രീത ചന്ദ്രൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് ബാലഗോകുലം അംഗങ്ങളുടെ വിവിധ പരിപാടികളും ഉണ്ടായിരുന്നു. അടുത്ത ഞായറാഴ്ച ഉറിയടി മത്സരവും ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു. നന്ദിപുരം മിത്രാനന്തപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ സപ്താഹവേദിയിൽ നവീകരണ കലശം കൂപ്പണിന്റെ ഉദ്ഘാടനം നടത്തി. ചലച്ചിത്ര പിന്നണി ഗായകൻ അനൂപ് ശങ്കറിൽ നിന്നും ആദ്യ കൂപ്പൺ പാമ്പുമേക്കാട്ട് ശ്രീധരൻ നമ്പൂതിരി ഏറ്റുവാങ്ങി. ഈ മാസം 26 വരെ നടക്കുന്ന സപ്താഹ യജ്ഞത്തിൽ മോളേരി രഞ്ജിത്ത് നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. 24-ന് രുക്മിണി സ്വയംവരം നടക്കും. മുഖ്യമന്ത്രിയുടെ ഫോറസ്റ്റ് മെഡലിന് ചിമ്മിനി റേഞ്ചിലെ ഫോറസ്റ്റ് വാച്ചർ MT അജിത്ത് അർഹനായി. വനം വന്യജീവി വകുപ്പിൽ വനം വന്യജീവി സംരക്ഷണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് ഫോറസ്റ്റ് മെഡലിന് MT അജിത്തിനെ യോഗ്യനാക്കിയത്. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പഞ്ചാരി മേളത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം ബുധനാഴ്ച വൈകിട്ട് 3-ന് നടക്കും. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് അധ്യക്ഷത വഹിക്കും. പെരുവനം കുട്ടന്മാരാർ ഉപഹാര സമർപ്പണം നടത്തും. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് മുഖ്യാതിഥിയാകും. കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിൽ അഭ്യസിച്ച 11 പേരാണ് അരങ്ങേറ്റം നടത്തുന്നത്. ലോക ഫോട്ടോഗ്രാഫി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ഫോട്ടോഗ്രാഫി മത്സരത്തിൽ സ്പെഷ്യൽ ജൂറി അവാർഡിന് അർഹനായ കൊടകര സുനിൽ പുണർണയ്ക്ക് അവാർഡ് സമർപ്പിച്ചു. PP സുനീർ MP-യിൽ നിന്നും അവാർഡ് സുനിൽ പുണർക്ക ഏറ്റുവാങ്ങി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് NSS യൂണിറ്റും IQAC-യും സംയുക്തമായി സംഘടിപ്പിച്ച ആർദ്രം ലോക മാനുഷിക ദിനാചരണത്തിന്റെ ഉദ്ഘാടനം സിസ്റ്റർ ജാൻസി നിർവഹിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ, കോളേജ് പ്രിൻസിപ്പാൾ KL ജോയ്, വൈസ് പ്രിൻസിപ്പാൾ K കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ ആൻഡോ വട്ടോലി, NSS പ്രോഗ്രാം ഓഫീസർ K ജയകുമാർ, സ്റ്റുഡന്റ് കോർഡിനേറ്റർ അരുൾ കൃഷ്ണ എന്നിവർ സന്നിഹിതരായി. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നഴ്സറി പരിപാലനം എന്ന വിഷയത്തിൽ 2024 ആഗസ്റ്റ് 24-ന് ഏകദിന പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലന ഫീസ് 300 രൂപയാണ്. താൽപര്യമുള്ളവർ 9404843754 എന്ന ഫോൺ നമ്പറിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 വരെയുള്ള സമയത്തിനിടയ്ക്ക് ബന്ധപ്പെടേണ്ടതാണ്. പേര് രജിസ്റ്റർ ചെയ്യുന്നതിനും ഈ നമ്പർ ഉപയോഗിക്കാം. 2024-26 അധ്യയന വർഷത്തേക്കുള്ള DLED കോഴ്സിന്റെ സർക്കാർ എയ്ഡഡ് സ്വാശ്രയ TTI-കളിലെ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നീ വിഷയങ്ങളിലേക്കുള്ള 1ാം ഘട്ട പ്രവേശന ഇന്റർവ്യൂ ഓഗസ്റ്റ് 23, 27, 29 തീയതികളിൽ രാവിലെ 9:30 മുതൽ തൃശൂർ CMS ഹൈസ്കൂളിൽ നടക്കും. ഇന്റർവ്യൂവിന് അർഹരായവരുടെ ലിസ്റ്റ് തൃശൂർ കളക്ടറേറ്റിലുള്ള വിദ്യാഭ്യാസ ഉപഡയറക്ടറേറ്റിലെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്റർവ്യൂവിന് വരുന്നവർ കൃത്യസമയത്ത് എത്തിച്ചേർന്ന് യോഗ്യത, ആനുകൂല്യം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകൾ കൂടി ഹാജരാക്കേണ്ടതാണ്. ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6660 രൂപയും പവന് 53,280 രൂപയും രേഖപ്പെടുത്തി. നെടുമ്പാൾ ചക്കാലമറ്റത്ത് പനംകുളത്തുകാരൻ ലോനപ്പൻ ഭാര്യ മേരി അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഡേവിസ്, ജാൻസി, ലിൻസി, ലിസി, ബൈജു, സൈജു എന്നിവർ മക്കളും ഗിൽസ, വർഗീസ്, ആൻഡോ, ജോസ്, ഡെൻസി, ജെന്നി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ശ്രീനാരായണ ഗുരുദേവന്റെ സ്മരണയിൽ ഗുരുദേവ ജയന്തി ആഘോഷം. നാടെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. ഓണം പ്രമാണിച്ചുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മറ്റത്തൂർ ചേലക്കാട്ടുകര ഭാഗത്തു നിന്നും ചാരായം വാറ്റുന്നതിനായി തയ്യാർ ചെയ്ത 200 ലിറ്റർ വാഷ് പിടികൂടി. അതിശക്തമായ മഴയും തുടർന്നുണ്ടായ നാശനഷ്ട തോതുമനുസരിച്ച് തൃശൂരിന് പ്രത്യേക പരിഗണന നൽകി പരമാവധി സഹായം ലഭ്യമാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. മറ്റത്തൂർ വെള്ളിക്കുളങ്ങര മോലടി റോഡിലുള്ള ട്രാംവേ പാലം വീതി കൂട്ടി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ഇനിയും പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്ന് പരാതി.
മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 80ാം ജന്മദിനത്തോടനുബന്ധിച്ച് അളഗപ്പ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സദ്ഭാവനാ ദിനം ആചരിച്ചു. NCTV ഇംപാക്ട് മുപ്ലിയം പുളിഞ്ചോട് സെന്ററിലെ പൊട്ടിയ കുടിവെള്ള പൈപ്പ് അറ്റകുറ്റപ്പണി നടത്തി പുനഃസ്ഥാപിച്ചു. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് തൃക്കൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയുന്നതിന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.